സഭാമാതാവ് നമുക്ക് സമ്മാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സ്നാപകൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. തൻ്റെ കൂടെയുള്ളവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ സ്നാപകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതം പുണ്യമായ ഒരു ജീവിതമായി മാറ്റപ്പെടുക. നമുക്ക് പലപ്പോഴും സാധ്യമാകാത്തത് തന്നെയാകട്ടോ. അവരനെ അംഗീകരിക്കുവാൻ നമുക്ക് പലപ്പോഴും മനസ്സുണ്ടാവാറില്ല. എല്ലാവരും എന്നേക്കാൾ താഴെ നിൽക്കണമെന്ന ഒരു വലിയ ചിന്തയിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ സ്നാപകൻ പഠിപ്പിക്കുന്നു, തൻ്റെ കൂടെയുള്ളവൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇവനാണ് യഥാർത്ഥ മിശിഹ, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപകന് ഇതൊക്കെ ആകാമായിരുന്നു. അവനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ പ്രവാചകൻ, നീയാണോ എലീജ, നീയാണോ മിശിഹ? ഞാൻ അല്ല 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 എന്ന് പറഞ്ഞു മാറുന്ന സ്നാപകൻ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം തനിക്ക് അർഹിക്കാത്തതൊന്നും സ്വീകരിക്കരുത് എന്ന് തന്നെയാണ്. തൻ്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും മാത്രം ഈ ഭൂമിയിൽ നിർവഹിച്ച് കടന്നുപോയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. പഴയ നിയമത്തിലെ അവസാന പ്രവാചകൻ പുതിയ നിയമത്തിലെ മിശിഹായെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവനാണ് ക്രിസ്തു, നിങ്ങൾ അവൻ്റെ പിന്നാലെയാണ് പോകുന്നത്. സ്നാപകന് പോലും അറിവില്ലായിരുന്നു ഇവൻ മിശിഹായാണെന്ന്. തൻ്റെ കൂടെ സമപ്രായക്കാരനായിട്ട് കൂടെ ഉണ്ടായിട്ടും സ്നാപകൻ പോലും തിരിച്ചറിഞ്ഞില്ല ഇവനാണ് മിശിഹ എന്ന്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നാമും പലതും തിരിച്ചറിയുന്നില്ല. നമ്മുടെ കൂടെയുള്ളവൻ്റെ മേന്മ തിരിച്ചറിയാതെ പലപ്പോഴും ആരോപണങ്ങളും കുത്തുവാക്കുകളും പോകുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, ഒരുപക്ഷെ ഒരു വലിയ നന്മ ദൈവം അവനെ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. നിൻ്റെ ഭാഷയോ പ്രവർത്തനമോ അവന് തടസ്സമായി മാറപ്പെടാതെ അവൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് മാറുവാനും ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മുടെ ഭാഷയോ സ്വഭാവമോ ചിന്തയോ ആരുടെയെങ്കിലും വഴിക്ക് തടസ്സമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പപേക്ഷിക്കാം. സ്നാപകനെ പോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട്, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യമായി മാറുവാൻ, അപരൻ വളരുവാൻ വേണ്ടിയുള്ള നന്മ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. വഴിമാറിക്കൊടുക്കാം. എൻ്റെ ധർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അപ്പനായി, അമ്മയായി, ജീവിത പങ്കാളിയായി, അയൽക്കാരനായി, അധ്യാപകനായി, ഗുരുവായി, ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നല്ല സൗഹൃദങ്ങളിലൂടെയൊക്കെ അവരന് വഴികാട്ടിയായി മാറുന്ന ജീവിതമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സ്നേഹമുള്ളവരെ, സ്നാപകനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എളിമയുടെ വലിയ സ്വഭാവങ്ങൾ സംശീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.